ശരണ്യ എന്താണ് ചിരിച്ചുണ്ടാക്കാൻ നിൽക്കുന്നത്? എന്തോ ഒരു പരിപാടി നടത്താൻ പോയി. എന്താണെന്നൊന്നും നമ്മുടെ കൂട്ടുകാരോട്. കേക്ക് ആണോ? എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്നാണ് അതിന്റെ കൂടെ? മാവ്, പിന്നെ മുട്ടായി, പിന്നെ വാനില, അത് പിന്നെ നമ്മുടെ അപ്പം ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ അപ്പത്തിന്റെ മാവ് മിച്ചം വന്നായിരുന്നു. കോരി മാറ്റി വെച്ചായിരുന്നു. അതുകൂടി പാലപ്പത്തിന്റെ മാവ് കൊണ്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു തട്ടിമുട്ടിയ ഒരു കേക്ക് നേരാണ്, നമുക്കും അറിയാൻ മേല. ബിസ്ക്കറ്റ് കുറച്ചെടുത്ത് അടിച്ചെടുക്കാം മിക്സിയിലിട്ടാ. മിക്സിയിലിട്ട് അപ്പൊ ഇത് അടിച്ചെടുക്കണം. അപ്പൊ ഇതിന് മധുരമൊന്നും വേണ്ടേ? കേക്ക് പഞ്ചസാരയാണല്ലേ? അപ്പൊ നമുക്ക് ചെയ്തേക്കാം. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളെല്ലാം നമുക്ക് ഒന്നിച്ച് നിന്ന് കേക്കിലോട്ട് പോകാം. ശരണ്യ, ഈ ബിസ്ക്കറ്റ് നമുക്ക് അല്ലാത്ത ബിസ്ക്കറ്റും ഒക്കെ ഇടാല്ല, ഈ സാധാ ബിസ്ക്കറ്റ് ഒക്കെ. നമ്മള് കണ്ടു കേക്ക് ഉണ്ടാക്കുന്നത്. വിജയിച്ചില്ലെങ്കിൽ നമുക്ക് ഇതുവരെ നമ്മൾ ചെയ്ത വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഇനി വിജയിക്കാതിരിക്കേണ്ട കാര്യം. 5 രൂപയുടെ മിഠായി എടുത്തിട്ടുണ്ട്. കേട്ടോ. അപ്പൊ ഓറിയോ ബിസ്ക്കറ്റും 5 രൂപയുടെ മിഠായി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ശരണ്യ കണ്ണീ കണ്ട സാധനം, ഇവിടെ ഇരുന്ന സാധനം എടുത്തങ്ങോട്ട് ഇട്ട് പരീക്ഷിച്ചേക്ക് വന്ന വഴിക്ക് വരട്ടെ എന്നാണ്. അതിലടിച്ചിട്ട് പഞ്ചസാര എടുത്തിടുന്നു. അപ്പൊ അങ്ങനെ മധുരമൊക്കെ കുറച്ച് മതി. അത്രല്ലേ ഉള്ളു പാത്രത്തിൽ. എന്റെ പൊന്നെ, അമ്മക്ക് മധുരം ഒന്ന് വെച്ചാക്കണ്ട. കൂട്ടുകാരെ, ഇന്നലെ പോയി ഷുഗറൊക്കെ ചെക്ക് ചെയ്ത് നോർമലാണ്. ഒരു കുഴപ്പമില്ല. ആ ഒരു ഹാപ്പിയിലാണ് അമ്മ. അതെ. അപ്പൊ ഇത് ഇങ്ങനെ പൊടിച്ചെടുക്കണം അല്ലേ? ആഹാ, അടിപൊളി. അപ്പൊ ഇത് പൊടിച്ചിട്ടൊക്കെ കാണിക്കാം. ശരണ്യ, അത് പൊടിച്ചിട്ടാ? ഓറിയോ ഒക്കെ പൊടിച്ച്. ആഹാ, അതേ കണ്ട, ഓറിയോ നല്ല പുട്ടുപൊടി പോലെ ആക്കിയല്ലേ? മുട്ട അടിച്ചെടുക്കാം. അപ്പൊ മുട്ട കൂടി ഇട്ട് അടിക്കാം അല്ലേ? മുട്ട വേറൊരു പാത്രത്തിൽ ഇട്ട് അടിച്ചേച്ചു അതിലൊഴിച്ചാ മതി. മിക്സിയിലിട്ട് തന്നെ അടിക്കാനാണ്. അപ്പൊ അങ്ങനെ അതെ, ശരണ്യ മിക്സിയിലിട്ട് ആ മുട്ട ഒന്ന് അടിച്ചെടുക്കാൻ പോയി. ഒരു മുട്ട മതി. അല്ലെങ്കിൽ അതിന് ഒത്തിരി ഇതാകും അല്ലേ? മുട്ട ചേർക്കേണ്ട കാര്യമൊന്നും ഇല്ല യഥാർത്ഥത്തിലല്ലേ? അപ്പൊ അമ്മ അത് അടിക്കാൻ പോയി. അപ്പൊ അണ്ടിപ്പരിപ്പ് വേണ്ടേ ശരണ്യ? മുട്ട അടിച്ചിട്ടുണ്ട് അമ്മ അല്ലേ? അമ്മ മുട്ട അടിച്ചെന്നല്ല, മുട്ട മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യണ്ട? അങ്ങനെ അതെ, അത് കൂടി അതിലാട്ട് ഇട്ട് ആ ഇളക്കണ സാധനം എടുത്തു കൊടുത്തേമ്മ. ഇങ്ങനത്തെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ടൊന്ന് ഇളക്കി ചേർക്കണ്ടേ? കൂട്ടുകാരെ, അങ്ങനെ ശരണ്യ ആ മുട്ടയൊക്കെ അതിലിട്ടത് ഇളക്കി പിടിപ്പിച്ചോണ്ടിരിക്കുക. ആഹാ, ഒരു നല്ല പേസ്റ്റ് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ശരണ്യയുടെ പരീക്ഷണം അങ്ങനെ തുടർന്നോണ്ടിരിക്കുന്നു. ഇത് എന്തൊക്കെയായി തീരും ദൈവമേ. പിന്നെ എന്തുണ്ടെങ്കിലും ഞാൻ സപ്പോർട്ടിനുണ്ട്. കാരണം എന്ത് വേണമെങ്കിലും ചെയ്തു വിജയിച്ച നമ്മളതൊരു ഏറ്റവും നല്ല അല്ലേ, ഏറ്റവും നല്ലൊരു കാര്യമാണ് ശരണ്യ ചെയ്യുന്നത് പരീക്ഷണം. വാനില എസൻസ് കൂടിയുണ്ടല്ലേ? ഇതിന്റെ കണക്കൊന്നും എനിക്കറിയാൻ വേല കേട്ടാ. കുറച്ച് വേണം. 1 സ്പൂൺ ചേർത്താ മതി. 1 സ്പൂണോ? ശരണ്യക്ക് കണക്കൊന്നും അറിഞ്ഞാണ്ടല്ല, മറ്റേ ചെറിയ സ്പൂണില്ലേ? അങ്ങനെ അതെ, ശരണ്യ അതെ സ്പൂണൊക്കെ എടുത്ത് 1 സ്പൂണ് വാനില അപ്പത്തിൻ്റെ അതിലൊഴിക്കാം. അപ്പത്തിൻ്റെ മാവിലൊഴിച്ച് ഇളക്കാം. ഈ കറുത്തതിലൊഴിച്ചെന്നാൽ നമുക്ക് അതിൻ്റെ കളറ് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ മതി വേണ്ട.
വേണ്ട വേണ്ട അതൊക്കെ ചിലപ്പോ അറിയാൻ പറ്റിയല്ലോ നമ്മുടെ വാഴയില എടുത്തോണ്ട് വരട്ടെ? പരീക്ഷണങ്ങളല്ലേ. വാഴയില. കൂട്ടുകാരെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അറിയാൻ മേലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ശരണ്യ കേക്കിന്റെ പരിപാടിയിലായിട്ടൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പൊ നമ്മുടെ കുറച്ച് കൂട്ടുകാർ പറഞ്ഞു കേക്ക് ഉണ്ടാക്കി കാണിക്കുവാന്ന് ചോദിച്ചു. അപ്പൊ എന്തായാലുള്ള രീതിയിൽ ഞാനൊന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് പറഞ്ഞു. അല്ലാതെ കേക്ക് കണക്കണമൊന്നും നമ്മുടെ ശരണ്യ പഠിച്ചിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർ എന്നെ കണ്ട ക്ഷമിക്കണം കേട്ടോ. ഒഴിച്ചേക്കാം. അറിയാവുന്നൊരു കമന്റ് ചെയ്യുക കേട്ടോ. കൂട്ടുകാരെ അങ്ങനത്തെ ശരണ്യ നന്നായിട്ട് ഇളക്കി കൊടുക്കണുണ്ട്. അപ്പൊ ഇത് കറുപ്പ് നിറം, അന്നാരത്തെ കറുപ്പ് നിറം ഇപ്പൊ കിട്ടുന്നില്ലല്ലേ ശരണ്യ? ബിസ്ക്കറ്റിന് കറുപ്പ് കുറവായിരിക്കും. എല്ലാം മതിയാ? അത്ര മതി. എനിക്ക് തോന്നാം ഓറിയോ ബിസ്ക്കറ്റ് ഇച്ചിയുടെ വേണമായിരുന്നു. അത് സാരമില്ല. നമ്മൾ അടുത്തേന് പരീക്ഷിക്കുമ്പോഴേ ആ ഞാനിത് ഗോതമ്പ് പൊടിയിൽ ഒന്ന് പരീക്ഷിക്കുന്നുണ്ട്. ഇനി എന്റെ ദൈവമേ, ആദ്യം ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നമുക്കറിയാം, എന്നിട്ട് ബാക്കി അടുത്ത പരീക്ഷണം കേക്കിൻ്റെത് പോകാം. ഇച്ചിരി വാനില എസൻസ് കൂടി ചേർക്കാലോ? വേണ്ട വേണ്ട വേണ്ട, മതി മതി, അത്രയും മതി. നല്ല മണം ഉണ്ടെന്നോ? ഓരോ ബിസ്ക്കറ്റിന്റെ മണമുണ്ട്. ആ കേക്കിന്റെ മണം തന്നെ ഉണ്ട്. ആണോ? കേക്ക് കൊള്ളാം. അല്ലല്ലോ അമ്മ ശരണ്യനെ എപ്പോഴും സപ്പോർട്ടായിട്ടല്ലേ പറയുന്നത്. അത് നമ്മളെ ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം, എന്നാലേ ആ കാര്യം വിജയിക്കുള്ളൂ, പിന്നെയും ചെയ്യാനൊരു ഉത്സാഹം തോന്നുള്ളൂ. അതുകൊണ്ട് ശരണ്യ എന്ത് ചെയ്താലും ഞാൻ സപ്പോർട്ട് ചെയ്യും. ഞാൻ കേക്ക് കമ്പനി ഇടാൻ പോവാ. എന്റെ ദൈവമേ, ആദ്യം ഇതൊരെണ്ണം ഉണ്ടാക്ക്, ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ടൊക്കെ നമുക്ക് സ്വപ്നത്തിലായിട്ടൊക്കെ കിടക്കാം. അപ്പൊ നമ്മള് ഇത് കലക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി മൂത്തച്ഛന്റെ പാത്രത്തിലാണ് വെക്കാൻ പോകുന്നത്. മൂത്തച്ഛന്റെ പാത്രം എന്നാ അമ്മയോട് പറ, മൂത്തച്ഛന്റെ പാത്രം ഇങ്ങോട്ട് എടുത്തോണ്ട് വരാൻ പറ. മൂത്തച്ഛന്റെ പാത്രം ഇങ്ങനെയൊക്കെ പറയുമ്പോ നമ്മുടെ കൂട്ടുകാർക്ക് ഇത് എന്തൊരു പാത്രമായിരിക്കും. അതെ കൂട്ടുകാരെ, ഇവിടുത്തെ അച്ഛന്റെ അച്ഛൻ ചിറ്റപ്പന്റെ ഒരു പാത്രമാണ് മൂത്തച്ഛന്റെ പാത്രം എന്ന് വിളിക്കുന്നത്. അതെ അതെ. അപ്പൊ അന്നാ ആ PC പണിക്കൊക്കെ പോണ പാത്രം അത് ഇതിന്റെ മുൻപിലത്തെ വിളിക്കകത്ത് കിടപ്പുണ്ട് കാണിച്ചിട്ടൊക്കെ. അമ്മേ, ആ പാത്രം എടുത്തോണ്ട് വന്ന് കൊടു, ശരണ്യ പാചകം ചെയ്യട്ടെ. മുത്തച്ഛന്റെ പാത്രം ഇത് കണ്ട, അതെ അമ്മ എടുക്കാൻ പോയിട്ടുണ്ട് മൂത്തച്ഛന്റെ പാത്രം. ആൾക്കാർക്ക് എന്താണ് ആ പാത്രം എന്ന്. ഇതേ ഇത്രയേ ഉള്ളു കൂട്ടുകാരെ. അപ്പൊ ഇതിന്റെ ഒരു തട്ടിലാണ് ശരണ്യ ചെയ്യാൻ പോണത് അല്ലേ? എന്ത് കേക്ക് ഉണ്ടാക്കിയാലും ഇതിന്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ വട്ടയപ്പം ചുട്ടാലും അത് ഈ പാത്രത്തിൽ വെച്ചെല്ലാം വിജയിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ മൂത്തച്ഛന്റെ പാത്രത്തിന്റെ സ്പൂണൊക്കെ കണ്ട, ഇരുമ്പിന്റെ സ്പൂണാണ്. കണ്ട, ഇരുമ്പ് സ്പൂണ്. 50 വർഷത്തിന് മേളിൽ പഴക്കമുള്ള പാത്രമാണ് ഇത്, സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോഴും. അതാണ് കേക്ക് ചെയ്യുന്നത്. ബാക്കി വെച്ചേരും. അപ്പൊ ഇതൊന്ന് റെഡിയാക്കിയിട്ടൊക്കെ നമുക്ക് കാണിക്കാം. ശരണ്യ, നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞില്ല ആ പാത്രത്തിൽ എന്താണ് വെച്ചിരിക്കുന്നത്. കൂട്ടുകാരെ, ഞാൻ മൂത്തച്ഛന്റെ പാത്രം എടുത്തിട്ടുണ്ട്. അത് പറഞ്ഞായിരുന്നു. അതിന്റെ അകത്ത് ഞാൻ വാഴയില ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെയ്യില് നല്ലതായിട്ട് തേച്ച് എല്ലാ സൈഡും പിടിപ്പിക്കണം. എന്താണെന്നോ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഈ വാഴയില വെച്ച് കറക്റ്റ് ആയിട്ട് വെട്ടി വെച്ചിരിക്കണതോ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി. കേക്കല്ലേ, പറയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ബാക്കി മിച്ചം വരുന്നത് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കും കേട്ടോ. എന്റെ ദൈവമേ, ഇത് എന്താണ് ഈ പറയുന്നത്? ഇഡ്ഡലിയാ? ഇപ്പൊ ഇത് മിച്ചം പറഞ്ഞ കൊണ്ട് ഇനി ഇഡ്ഡലിയും കൂടി കഴിക്കേണ്ടി വരുവാ? കഴിക്കണം. ഈശ്വര, ഇതേ കണ്ടാ കൂട്ടുകാരെ, അങ്ങനെ മാവൊക്കെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റും അപ്പം മാവും കൂടി കൂട്ടിയൊക്കെ കലത്തി വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടി അരി വെള്ളത്തിൽ ഇട്ടില്ലാത്തവരനുസരിച്ച് അപ്പത്തിന്റെ മാവ് എടുക്കാത്തവര് ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്താലും വിജയിക്കും കേട്ടോ. വിജയിക്കുമല്ലേ? വിജയിക്കും. ഞാൻ പിന്നെ മാവ് ഇവിടെ ഇരുന്നോണ്ടാ ഞാൻ ചെയ്തത്. അത് ആട്ടപ്പൊടി വേണമെങ്കിൽ സൂപ്പർ ആയിരിക്കും. പാത്രം റെഡി, വെള്ളം എടുത്തിട്ടുണ്ട്. തട്ട് വെക്കണ്ടേ കുട്ടിക്കാരെ? ഇന്നും പതിവ് പോലെ പറയണ പോലെ ഇന്നും നമ്മുടെ അച്ഛനില്ല. അച്ഛൻ ഉറമല പോയിരിക്കുകയാണ്. അപ്പൊ അച്ഛൻ വരുമ്പോ നമുക്ക് നല്ല ഒന്നാം തരം കേക്ക് ഉണ്ടാക്കി കൊടുക്കും. അതെ അതെ. അത് തന്നെ.
അപ്പൊ ഇനി ഇതിലായിട്ട് ഒഴിക്കണ്ടേ? അണ്ടിപ്പരിപ്പൊക്കെ എടുത്തു വെച്ചല്ലോ, മറന്നുപോയി. മുന്തിരിക്ക വേണ്ട, മുന്തിരിക്ക വേണ്ട. ആ കറുത്ത മുന്തിരി ഇടണം. ആ ഇടണമെങ്കിൽ ഇച്ചിരി മാവിലിട്ട് ഇളക്കി തരാം. അപ്പൊ വീർത്ത് ആണോ? എന്നാ മുന്തിരി ഇച്ചിരി ഇട്ടേര് നമ്മുടെ വകക്ക് ഇളക്കി തരും. ആണല്ലേ? അങ്ങനെ അതെ അമ്മതെ. പിന്നെ അമ്മതെ പാത്രമൊക്കെ വെച്ച് തീയും കത്തിച്ചിട്ടുണ്ട്. ഇത് ശരണ്യയുടെ പരിപാടി. അതെ അതെ അതിലാട്ട് ഒഴിച്ചോണ്ടിരിക്കുകയാണ് ശരണ്യ. കറക്റ്റ് മാവാണ്. ആ മതി മതി, അത്ര മതി. അതിനി പൊങ്ങുവേ. അപ്പൊ കറക്റ്റ് മാവാണ്. ഭാഗ്യത്തിന് എനിക്ക് ഇഡലി കഴിക്കേണ്ടി വന്നില്ല. അല്ലമ്മേ മിച്ചമടിയാണെ ഇഡലി ഉണ്ടാക്കി തരുമെന്ന് എന്നോട് പറയും. ആ അപ്പൊ അതെ അങ്ങനെ അണ്ടിപ്പരിപ്പൊക്കെ വെക്കുന്നുണ്ടല്ലേ അതിലേക്ക്. എന്നിട്ട് വേണം നമുക്ക് അടപ്പേ വെക്കാൻ. കൂട്ടുകാരെ അങ്ങനെ ശരണ്യത അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി കേക്കെന്നും പറഞ്ഞ് ചെയ്യുന്നുണ്ട് കൂട്ടുകാരെ. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കിണ്ണത്തിയപ്പോ ഉണക്കണത്. അത് വേറെ കാര്യം അല്ലേ? ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ചെയ്യുന്നത്. ആ ഓവനില്ലാതെയും ചെയ്യണം. ആ നമുക്ക് ഏതായാലും ഇതൊന്ന് വെന്ത് വരട്ടെ, അതുവരെ വെയിറ്റ്. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ ഇതുവരെ തന്നിരിക്കുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദികൾ പറയുന്നു അല്ലേ? അപ്പൊ നിങ്ങളെല്ലാവരും കുറെ പേരൊക്കെ നമ്മളെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ചിലരുടെ ഒന്നും ഫോൺ എടുക്കാൻ സഹായിക്കാത്തതിൽ ഞങ്ങള് പിണങ്ങരുത്. അപ്പൊ ഇതേതായാലും ഒന്ന് വെന്ത് വരട്ടെ. ശരണ്യ അല്ലെ നമ്മുടെ അച്ഛൻ വന്ന് ഇത് വെന്താ? അച്ഛനെയും കൂടി വിളിക്കട്ടെ. അമ്മ തേങ്ങ ചരണ്ടിക്കൊണ്ടിരിക്കുക. ബാമേ ഇതൊന്ന് നോക്കിയിട്ടൊക്കെ പോകാം. എന്നാണമ്മേ അമ്മ എന്തോ പറയാൻ പോയത്? അച്ഛൻ്റെ കയ്യില് വാദിക്ക വന്നിട്ടുണ്ട്. ഇപ്പൊ വരും. അമ്മ രാവിലെ തന്നെ അടുക്കള പതിവ് പോലെ ദേവലോകം ആക്കിക്കൊണ്ടിരിക്കുന്നു. അതങ്ങനെ നിന്നോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ ശരണ്യ കേക്ക് വെച്ചിട്ടുണ്ട്. ദേ കണ്ടോ, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതെ ഞാനൊന്ന് അത് കൈകൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊന്ന് പറയാൻ പോയത്. ഉടനെ ഞാൻ പൊക്കും. അല്ലേ കൈകൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എന്നാലും അത് പൊക്കിയേ പറ്റും. അല്ല ഞാനൊന്നും പറയാം, കേക്ക് ഉണ്ടാക്കിയ ചെന്നൈന്ന് അറിയാം. ചാനയുടെ കൈകൊള്ളാ ഞാനൊന്ന് പേര് വെച്ച് നോക്കട്ടെ. കൈ കൊടുക്കുന്ന ഇത് അത് ഞാനായിട്ട് പിന്നെ ശരിക്കും പൊങ്ങി. ഇതാണ് പറഞ്ഞത്, മാവ് ഇച്ചിരി കുറച്ച് വെച്ചിരുന്നെങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു. അല്ലല്ല അത് അത്രയും പൊങ്ങി വന്നെങ്കിൽ മാവ് കുറച്ചാണ്. ആണ് ശരണ്യയുടെ പരീക്ഷണം പാളി കൂട്ടുകാരെ. ഇത് കൊള്ളാൻ കേട്ടോ സംഭവം. നമുക്കതിന്ന് അല്ലേലും അച്ഛനും അമ്മയൊക്കെ ശരണ്യക്ക് നല്ല സപ്പോർട്ടാണ്. ഞാൻ മറ്റൊന്നുമല്ല പറഞ്ഞു. ഇത് നല്ല ഇത് ഇങ്ങനെ വെക്കണമെങ്കിലുണ്ട് ഈ നമ്മള് നമുക്കിത് മറിച്ചിടുമ്പോ ചിലപ്പോ നല്ല ഭംഗി ഉണ്ടാവും. ശരണ്യ ഇത് എടുക്കാവോ? എന്നെ
അതെന്താണ് ചേട്ടാ അതെടുത്തോളാം മൂത്തായിരിക്കുമ്പോ അല്ലല്ല മൂത്തെടുക്കാൻ പറ്റും അതെന്താ ഇച്ചിരി പോയി ഞാൻ പൊക്കാൻ പോയപ്പോ ആള് വില്ലത്തിലെത്തുന്ന കൈ കൊള്ളല്ലേ അതെന്താ അങ്ങനെ കൂട്ടുകാരെ. പറഞ്ഞു കടിപ്പനുണ്ടായിരുന്നില്ല കളിപ്പനോ കളിപ്പന അമ്മ എന്താ അടുക്കള ദേവലോകം തന്നെയാണ് കേട്ടാ. പിടിച്ചോളാം കേട്ടോ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ കേക്ക് കണ്ട അടിപൊളി കേക്കാണ്. മണമുണ്ട് കേട്ടോ കേക്കിന്റെ മണമുണ്ട് ആണോ? അപ്പൊ നമുക്ക് ഇതൊന്ന് മറിച്ചാൽ അതൊന്ന് കറക്റ്റ് ചതുരത്തിൽ വെട്ടിയെടു. അപ്പൊ കേക്കിന്റെ രീതി വരും. അത്രയും ഭാഗം ഒന്ന് പിച്ചാത്തിക്ക് ലെവലാക്കി വെച്ചാ കേക്ക് കൊടുക്കുന്ന വെച്ചാത്തിയുണ്ട് എങ്ങനെ ഇരിക്കണമെങ്കിൽ സംഭവം കൊള്ളാം കേട്ടാ. കാണിച്ചു തരാം നിങ്ങൾക്ക് ദേ. ആ കണ്ടാ നിക്ക് നിക്ക് താത്ത്. ആ കണ്ട നല്ല സ്പോഞ്ച് പോലത്തെ സ്പോഞ്ച് പോലത്തെ ഇങ്ങനെ സാധനമാ നമുക്ക് മനസ്സിലാക്കി നമുക്ക് മറിക്കാം മറിക്കാം. മറിക്കച്ചാ ആദ്യം ഒന്ന് ലെവലിൽ കട്ട് ചെയ്ത് വെച്ച് മറിച്ചാ പോരെ. ഞാൻ കട്ടിയാണ് ആ ഈ ചട്ടുകം കൊണ്ട് ഇങ്ങനെ അതല്ലേ ഞാൻ വിചാരിച്ചത് അതെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ആ അങ്ങനെ ചെയ്യണ്ട അച്ഛാ അങ്ങനെ ചെയ്യണ്ട. എന്നാ മറിക്കും. മറിക്കാം നമുക്ക് മറിക്കാം. കുത്തി മറിച്ചെടുക്കും ആ, ദേ ഇതുകൊണ്ട് മറിക്ക്. അച്ഛാ എന്തോ അച്ഛൻ പോയി കൈ കഴുകി അച്ഛമ്മ. ഞാൻ എനിക്ക് അച്ഛൻ വന്നിട്ട് കൈ കഴുകിയില്ല. കുഴപ്പമില്ല കയ്യാലും നമ്മള് ഫുഡ് ഐറ്റം ചെയ്യുമ്പോ അങ്ങനെയല്ലേ. ആ അമ്മ ചെയ്യണ്ട അച്ഛൻ മറിച്ചോളൂ. അമ്മ നേരത്തെ മറിക്ക. ഇത് മറിച്ചിട്ട് ശരണ്യ വാ. ആ മറിച്ചോ എന്റെ കൈ പോലെ മറിച്ചു അച്ഛാ കടുപ്പിനെ പിടിക്കും കടുപ്പിനകത്ത് കടിപ്പന. എങ്ങനെയുണ്ടായത് അപ്പൊ കൂട്ടുകാരെ ഇങ്ങനെ കണ്ട. നമുക്ക് എനിക്ക് എന്നെ ഓർമ്മ കൈ അടിക്കണം കേട്ടോ പൊട്ടണ്ട ചിലപ്പോ എനിക്ക് അറിയാൻ അല്ല അതില് പിടിക്കുകയല്ല അച്ഛൻ. എന്നാ ഇല വെച്ചിട്ടുണ്ട്. ആണാ ആ ഇന്നലെ അങ്ങനെയൊക്കെ ചെയ്യില്ല ഇത് ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് കളിക്കുന്നത് അച്ഛാ അതൊരു തുണി കൊണ്ട് അങ്ങോട്ട് പിടി. അല്ല അത് ഇച്ചിരി നേരം ഇരിക്കട്ടെ എന്നിട്ട് ഒന്ന് പിടി അത്. അത് നോക്കട്ടെ. ഇതേപോലെ ഞാൻ എടുത്തോളാം നിങ്ങൾ ഞാൻ എടുത്തോളാം ഓ സഹായിച്ചു കൂട്ടുകാരെ ഞാൻ തന്നെ എഴുതുന്നത് അതെ കൂട്ടുകാരെ ഇത് എന്റെ കേക്ക് ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. ഞാൻ എടുത്തത് പാത്രം തന്നെ പറയുന്നത് ആഹാ. കണ്ട കൂട്ടുകാരെ നല്ല അടിപൊളി കേക്കാണ് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ. ഇല മാത്രം. പാത്രത്തിൽ ഇരിക്കുന്നു കണ്ടോ കണ്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട്. എങ്ങനെയാണ്ടാ അതെ ശരണ്യ അങ്ങോട്ട് മുറിക്കാൻ തന്നെ തീരുമാനിച്ചു. സാമ്പിള് നോക്കിയേക്കാം അതെ അതെ. അല്ലേ അപ്പൊ അങ്ങനെ അടിപൊളി കേക്കാണ് എന്ന് തോന്നുന്നു. തൊട്ടാ മേലെ പോയിക്കൊണ്ടിരിക്കണം ആ ആണോ? ചൂടാ തണുക്കട്ടെ കണക്കട്ടെ തണുക്കട്ടെ. പിന്നെ നോക്ക് ഇന്ന് നോക്ക് കൂട്ടുകാരെ ചാച്ചാ. ഇവര് കഴിച്ചു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം വിജയിച്ചെന്ന്. ഇത് കണ്ട കേക്ക് മുറിച്ചിട്ടൊക്കെ നല്ല ഭംഗിയുള്ള കേക്കാണ്. ഇത് കണ്ട കേക്കിന്റെ ഒക്കെ അതേ രീതിക്ക് തന്നെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? ടേസ്റ്റ് ഉണ്ടോ ശരണ്യ? ഇഷ്ടപ്പെട്ട്? അത് അച്ഛന് ഇഷ്ടപ്പെട്ടു. അല്ലേ മുട്ടയുടെ ടേസ്റ്റ് ഉണ്ട്. ചോക്ലേറ്റ് മിഠായി ഇല്ലേ ആ അതിന്റെ ടേസ്റ്റാ ടേസ്റ്റാണ്. അച്ഛ കണ്ടില്ല ബിസ്ക്കറ്റും കണ്ട അച്ഛ അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളും ഒക്കെ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ മറക്കരുത്. നല്ലൊരു